ഹലോ ബേബി ടീച്ചേഴ്സ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ബിഹേവിയറലിസം. അപ്പോൾ ബിഹേവിയറലിസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയാമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്കിന്നർ, കാരണം അദ്ദേഹമാണ് നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ ഫാദർ. അതുപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ബേസ് ചെയ്തിരിക്കുന്നത് തൊണ്ടേക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റിലാണ്. കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ് സംടൈംസ് referred to as instrumental conditioning as a method of learning that employs rewards and punishments for behavior. Through operant conditioning, an association is made between a behavior and a consequence. Skinner is regarded as the father of operant conditioning, but his work was based on Thorndike's law of effect. He believed that the best way to understand behavior is to look at the cause of an action and its consequence. ഇപ്പം എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത് നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് റിവാർഡ്, ഒന്ന് പണിഷ്മെൻറ്റ്. നമ്മൾ ഒരു ബിഹേവിയർ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് കിട്ടുന്ന എന്തെങ്കിലും റിവാർഡ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന എന്തെങ്കിലും പണിഷ്മെൻറ്റ്, ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതും. പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലൂടെ തൊണ്ടേക്ക് പറയുന്നുണ്ട് നമ്മളുടെ ബിഹേവിയറും കോൺസിക്വൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് ഒരു ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ ബിഹേവിയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ നേരത്തെ നല്ലൊരു ചുരിദാറിട്ട്, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ചുരിദാറിട്ട് നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ പറയാണ്, എൻ്റെ മോളെ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണേന്ന്. ഇത് കേട്ടാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയി ആ ചുരിദാർ മാറിയിടും. പിന്നെ നമ്മൾ ഒരിക്കലും ആ ചുരിദാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയില്ല. കാരണം ആ ഒരു ബിഹേവിയർ നമ്മൾ ചെയ്തപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ബിഹേവിയറും നമ്മുടെ കോൺസിക്വൻസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്നാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് ബേസ് ചെയ്തിരിക്കുന്നത് തൊണ്ടേക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റിലാണ്. അപ്പോൾ തൊണ്ടേക്കും പറയുന്നത് നമ്മളുടെ ബിഹേവിയറിനെ ബിഹേവിയർ ബേസ് ചെയ്തിരിക്കുന്നത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലസിലും തന്നെയാണെന്നാണ് തൊണ്ടേക്കും പറയുന്നത്. അപ്പോൾ തൊണ്ടേക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ സ്കിന്നർ പറയുന്നുണ്ട് ഒരാളുടെ ബിഹേവിയർ നമ്മൾക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്തത്, ഈ ഒരു ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബിഹേവിയർ നമുക്ക് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്തത്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഈ രണ്ട് കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാനും ആ ബിഹേവിയറിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനും നമുക്ക് പറ്റും. ഹി കോൾഡ് ദിസ് അപ്രോച്ച് ഓപ്പറന്റ് കണ്ടീഷനിങ്. അക്കോർഡിംഗ് ടു ദിസ് principle, behavior that is followed by a pleasant consequence is likely to be repeated, and behavior followed by unpleasant consequence is less likely to be repeated. അപ്പം നമ്മളുടെ ഒരു ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് പ്ലസൻ്റ് ആണെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യും. നമ്മളുടെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് മോശമാണ് അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയെ ശ്രദ്ധിച്ചാൽ അറിയാം, ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അമ്മ ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് പിന്നെ റിപ്പീറ്റ് ചെയ്യും. അല്ലെ, ആ കുട്ടിയുടെ ആ ബിഹേവിയറിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിരിക്കുകയാണ്, അതിൽ നിന്ന് മനസ്സിലാവും അത് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളത്. അമ്മ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിലോ ആ കുട്ടി ഒരിക്കലും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യില്ല. അതൊക്കെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നതാണ്. അതായത് നമ്മളുടെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് പ്ലസൻ്റ് ആണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യും. നമ്മളുടെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് അൺപ്ലസൻ്റ് ആണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല. സ്കിന്നർ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ടേം ഇൻ ടു ദ ലോ ഓഫ് ഇഫക്റ്റ്, ദാറ്റ് ഇസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ബിഹേവിയർ വിച്ച് ഈസ് റീഇൻഫോഴ്സ്ഡ് ടെൻഡ് ടു ബി റിപ്പീറ്റഡ്. ബിഹേവിയർ വിച്ച് ഈസ് നോട്ട് റീഇൻഫോഴ്സ്ഡ് ടെൻഡ് ടു ബി ഡൈഡ് ഔട്ട് ഓർ ബി എക്സ്റ്റിങ്ക്യൂഷ്ഡ്. അപ്പം നമ്മളുടെ സ്കിന്നർ ലോ ഓഫ്
ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് ലോ ഓഫ് ഇഫക്റ്റിലേക്ക് ഇദ്ദേഹം ഒരു പുതിയൊരു ടേം ആഡ് ചെയ്യുകയാണ്. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഏത് ബിഹേവിയറിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്താൽ മാത്രമാണ് ആ ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുള്ളൂ. നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ എന്താണ്, ആ ബിഹേവിയർ അവിടെ നിന്ന് പോവും, അല്ലെങ്കിൽ അത് പതുക്കെ സ്ലോലി എന്താണ്, അത് അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ്, എപ്പോഴും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ്സിലൊരു കുട്ടി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, റീഇൻഫോഴ്സ് ചെയ്യണം. ഓ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മിടുക്കി അല്ലെങ്കിൽ മിടുക്കൻ എന്നൊക്കെ പറയണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ആക്ടിവിറ്റി ആ കുട്ടി പിന്നെയും റിപ്പീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മാത്രമാണ് ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുള്ളൂ എന്നാണ് നമ്മളുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലൂടെ സ്കിന്നർ പറയുന്നത്. സ്കിന്നർ സ്റ്റഡീഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് by conducting experiments using animals which he placed in a Skinner box. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പറയുമ്പോൾ പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് സ്കിന്നർ ബോക്സ്. കാരണം സ്കിന്നർ ബോക്സിനെയും ആനിമൽസിനെയും വെച്ചിട്ടാണ് ഇദ്ദേഹം എക്സ്പീരിമെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ റാറ്റിനെ ആയിരിക്കും, ചില സമയത്ത് പീജിയനെ ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ചിട്ട് സ്കിന്നർ എക്സ്പീരിമെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു എക്സ്പീരിമെൻറ്റ് പറയുന്നുണ്ട്. സ്കിന്നർ showed a positive reinforcement worked by placing a hungry rat in a Skinner box. The box contained a lever on the side, and as the rat moved about the box, it would accidentally knock the lever. Immediately it did so, a food pellet would drop into a container next to the lever. അപ്പോൾ എന്താണ്, ഒരു എലിയെ വിശന്നിരിക്കുന്ന എലിയെ ഒരു സ്കിന്നർ ബോക്സിലിട്ടു, അവിടെ ഒരു ലിവറും വെച്ചു, സൈഡിൽ ലിവർ ഉണ്ട്. ഈ എലി വിശന്നിട്ട് ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ എന്താണ്, അറിയാതെ ലിവറിൽ ടച്ച് ചെയ്യും, അപ്പോൾ ഒരു ഫുഡ് കിട്ടും. പിന്നെയും എലി വിശന്നിട്ട് ഇങ്ങനെ നടക്കും, ലിവറിൽ ടച്ച് ചെയ്യും, ഫുഡ് കിട്ടും. അപ്പോൾ എലിക്ക് എന്ത് മനസ്സിലായി, ദ റാറ്റ് ക്വിക്ക്ലി ലേൺ ടു ഗോ സ്ട്രേറ്റ് ടു ദ ലിവർ ആഫ്റ്റർ എ ഫ്യൂ ടൈംസ് ഓഫ് ബീയിങ് put in the box. The consequence of receiving food, if they press the lever, ensure that they would repeat the action again and again. എലിക്ക് മനസ്സിലായി ലിവർമ തൊടുമ്പോഴാണ് ഫുഡ് കിട്ടണേന്ന്. അതുകൊണ്ട് പിന്നെ എലി വലിയ ഓടി മെനക്കെടാനൊന്നും നിന്നില്ല. നമ്മുടെ റാറ്റ് എന്ത് ചെയ്തു, നേരെ പോയി ആ ലിവറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫുഡ് എടുക്കുന്നു. അപ്പോൾ എന്താണ്, ആ ഒരു കോൺസിക്വൻസ്, ആ ബിഹേവിയർ എന്ന് പറഞ്ഞ് ലിവറിൽ ക്ലിക്ക് ചെയ്യുന്നതും കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഫുഡ് കിട്ടുന്നതുമാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഉള്ളത് കൊണ്ട് ആ എലി എന്ത് ചെയ്യുന്നു, ആ ഒരു ആക്ഷൻ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ പിന്നെ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ കമ്പോണൻസ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് റീഇൻഫോഴ്സ്മെൻറ്റ്, സെക്കൻഡ് കമ്പോണൻ്റ് ആണ് പണിഷ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് എനി ഇവൻറ്റ് ദാറ്റ് സ്ട്രെങ്തൻസ് ഓർ ഇൻക്രീസസ് ദ ബിഹേവിയർ it follows. There are two kinds of reinforcers. In both of these cases of reinforcement, the behavior increases. ഇപ്പോൾ എന്താണ്, റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണുള്ളത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്താണ്, ആക്ഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. പോസിറ്റീവ് റീഇൻഫോഴ്സസ് ആർ ഫേവറബിൾ ഇവൻറ്റ്സ് ഓർ ഔട്ട്കംസ് ദാറ്റ് ആർ പ്രസൻറ്റഡ് ആഫ്റ്റർ ദ ബിഹേവിയർ. In positive reinforcement situations, a response or behavior is strengthened by addition of praise or a direct reward. If you do a good job at work and your manager give you a bonus, that bonus is a positive reinforcement. അപ്പോൾ എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം, അതിനെയാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് തരുന്നു. അപ്പോൾ എന്താണ്, അതൊരു ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ബോണസ് കിട്ടുന്നു. അപ്പോൾ അതെന്താണ്, നമുക്കൊരു ഹാപ്പിയാണ്, നമ്മളുടെ ഒരു ബിഹേവിയറിന് കിട്ടുന്ന ഒരു ഔട്ട്കം എന്താണ്, പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. അങ്ങനത്തെ ഒരു ഔട്ട്കം, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും ആ ബിഹേവിയർ എന്താണ് റിപ്പീറ്റ് ചെയ്യും. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഏതെങ്കിലും ഒരു ബിഹേവിയറിന് ശേഷം കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്.
അടുത്തതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് a response or behavior is strengthened by stopping, removing or avoiding a negative outcome or adverse stimuli. You decide to clean up your mess in the kitchen, the behavior to avoid getting into a fight with your roommate, removal of the adverse stimuli or outcome. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും എന്താണ്, നമ്മൾ ഈ ഒരു ബിഹേവിയർ ചെയ്തില്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന ഔട്ട്കം എന്തായിരിക്കും, കുറച്ച് മോശമായിരിക്കും. അതുകൊണ്ട് മാത്രം നമ്മളൊരു ബിഹേവിയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു കോൺസിക്വൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ കോൺസിക്വൻസ് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബിഹേവിയർ, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്, കിച്ചൺ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ്, റൂംമേറ്റായിട്ട് അടി ഉണ്ടാവും. അപ്പോൾ റൂംമേറ്റായിട്ട് അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതാണ് കിച്ചൺ ക്ലീൻ ചെയ്യുക. അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്നു. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിൽ എന്താണ് ഓർക്കേണ്ടത്, റീഇൻഫോഴ്സ്മെൻറ്റിൽ എപ്പോഴും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ആ ബിഹേവിയറിൽ എന്താണ്, ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. അടുത്തതാണ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, രണ്ട് തരത്തിലുള്ള പണിഷ്മെൻ്റ് ഉണ്ട്, പോസിറ്റീവ് പണിഷ്മെൻറ്റും നെഗറ്റീവ് പണിഷ്മെൻറ്റും. പോസിറ്റീവ് പണിഷ്മെൻ്റ് ആയിക്കോട്ടെ നെഗറ്റീവ് പണിഷ്മെൻ്റ് ആയിക്കോട്ടെ എന്താണ്, നമ്മുടെ ബിഹേവിയർ ഡിക്രീസ് ചെയ്യും. പണിഷ്മെൻറ്റ് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ആൻ അഡ്വേഴ്സ് ഇവൻറ്റ് ഓർ ഔട്ട്കം ദാറ്റ് കോസസ് എ ഡിക്രീസ് ഇൻ ദ ബിഹേവിയർ ഇറ്റ് ഫോളോസ്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ്. ഇൻ ബോത്ത് ദീസ് കേസസ് ദ ബിഹേവിയർ ഡിക്രീസസ്. എന്താണ്, രണ്ട് തരത്തിലുള്ള ഒരു എന്താണ് പണിഷ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. നമ്മുടെ ഒരു ബിഹേവിയറിൻ്റെ ഔട്ട്കമ്മായിട്ട് കിട്ടുന്ന ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സംടൈംസ് റെഫർ ടു ആസ് പണിഷ്മെൻറ്റ് ബൈ ആപ്ലിക്കേഷൻ പ്രസൻസ് ആൻ അൺഫേവറബിൾ ഇവൻറ്റ് ഓർ ഔട്ട്കം ഇൻ ഓർഡർ ടു വീക്കൻ ദ റെസ്പോൺസ് ഇറ്റ് ഫോളോസ്. സ്പാങ്കിങ് ഫോർ മിസ്ബിഹേവിയർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പണിഷ്മെൻറ്റ് ബൈ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്താൽ നമ്മൾക്ക് അടി കിട്ടുന്നു. അതെന്താണ്, നമ്മളുടെ ഒരു പണിഷ്മെൻറ്റ്, നമ്മളുടെ പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ ആ മിസ്ബിഹേവിയർ എന്ന് പറയുന്ന പ്രവൃത്തി എന്താ, കുറയും. ഇനി അടി കിട്ടുന്നത് പേടിച്ച് നമ്മൾ ആ മിസ്ബിഹേവ് ചെയ്യാതിരിക്കും. നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പണിഷ്മെൻറ്റ് ബൈ റിമൂവൽ ഒക്വറിങ് വെൻ എ ഫേവറബിൾ ഇവൻറ്റ് ഓർ ഔട്ട്കം ഈസ് റിമൂവ്ഡ് ആഫ്റ്റർ എ ബിഹേവിയർ ഒക്വേഴ്സ്. ടേക്കിംഗ് എവേ ചൈൽഡ്സ് വീഡിയോ ഗെയിം ഫോളോയിങ് മിസ്ബിഹേവിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. അപ്പോൾ നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ പറയുന്നുണ്ട്, കുട്ടിയുടെ മിസ്ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ട് ആ കുട്ടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ വീഡിയോ ഗെയിം ആ കുട്ടിയിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കുന്നു. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ആ കുട്ടി പിന്നെ മിസ്ബിഹേവ് ചെയ്യുന്നില്ല. അതാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എന്താണ്, സ്കിന്നർ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് തൊണ്ടേക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേം. അത് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് അത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എപ്പോഴും ആ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആ ഒരു ബിഹേവിയർ ഡിക്രീസ് ചെയ്യും. പിന്നെ ഓർത്ത് വെക്കേണ്ടത്, ഇദ്ദേഹം എക്സ്പീരിമെൻറ്റുകൾ നടത്തിയിരിക്കുന്നത് സ്കിന്നർ ബോക്സ് വെച്ചിട്ടാണ്. ഓക്കെ, ബൈ ബൈ. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കി നോക്കാം. ബൈ ബൈ.